ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച മത്തിക്കറി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് മത്തിക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരക്കപ്പളവിൽ ചിരകിയ തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളിയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ചേർത്ത് കൊടുത്ത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, അല്പം കറിവേപ്പില എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി നേർപകുതിയായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അരക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം, എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീന് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് വേവൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ മത്തി, അപ്പോൾ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരല്പം കറിവേപ്പില കൂടെ വിതറി കൊടുക്കാം. ഇനി 1 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വെക്കാം. ശേഷം ഓപ്പൺ ചെയ്ത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മത്തിക്കറി റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ അരച്ച മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ നോർമലി തേങ്ങ അരച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലേ, എന്നാൽ ഈ ഒരു കറിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.